ലോകം അല്പമെങ്കിലും ശാന്തത കൈവരിക്കുമെന്ന് പ്രത്യാശിച്ച പശ്ചിമേഷ്യൻ ഭൂമിക വീണ്ടും അത്യന്തം അപകടകരമായ ഒരു യുദ്ധച്ചുഴിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നിർദ്ദേശങ്ങളെയും നയതന്ത്ര സമ്മർദ്ദങ്ങളെയും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഇസ്രയേൽ ഇറാനിലെ തന്ത്രപ്രധാന നഗരങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതോടെ മേഖലയിലെ സംഘർഷം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാനെ വരുതിയിലാക്കാൻ US ശ്രമിക്കുന്നതിനിടയിലാണ് സഖ്യകക്ഷിയായ ഇസ്രയേലിൻ്റെ ഈ ഏകപക്ഷീയമായ നീക്കം. ഏപ്രിൽ 8 നിലവിൽ വന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിന് ശേഷം ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ട് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക പോരാട്ടമാണിത്. ഈ നീക്കത്തോടെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്തിലാവുകയും ആഗോള സാമ്പത്തിക രംഗത്ത് കരിനിഴൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ സൈനിക പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു വ്യൂഹം തന്നെയാണ് ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചത്. ഈ നീക്കത്തോടെ USഉം ഇറാനും തമ്മിൽ പശ്ചാത്തലത്തിൽ നടന്നിരുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാവുകയും ആഗോള സാമ്പത്തിക രംഗത്ത് കരിനിഴൽ വീഴുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേലിൻ്റെ സൈനിക പ്രകോപനങ്ങൾക്ക് മറുപടിയായി ഇറാൻ തങ്ങളുടെ അത്യാധുനിക മിസൈലുകളുടെ വലിയൊരു വ്യൂഹം തന്നെയാണ് ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചത്. ഇനി തൊട്ടാൽ കളി തീക്കളിയാകും എന്ന ശക്തമായ മുന്നറിയിപ്പോടെയാണ് ഇറാൻ ഇസ്രയേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ട് മിസൈൽ പെരുമഴ പെയ്യിച്ചത്. ഇസ്രയേലിൻ്റെ പ്രതിരോധ കോട്ടകളെ ഭേദിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഇറാൻ്റെ ഈ ആക്രമണം. എന്നാൽ തങ്ങൾക്ക് നേരെ വന്ന ഭൂരിഭാഗം മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർക്കാൻ കഴിഞ്ഞതായി ഇസ്രയേൽ വ്യോമസേന അവകാശപ്പെടുന്നു. പ്രതിരോധം ശക്തമായിരുന്നെങ്കിലും ഈ ആക്രമണം ഇസ്രയേൽ ഭരണകൂടത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഈ ആക്രമണ പരമ്പരകൾ ഇസ്രയേലിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. മേഖലയിലെ തങ്ങളുടെ സ്വാധീനം വ്യക്തമാക്കിക്കൊണ്ട് കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ മിസൈലുകളും ആത്മഹത്യാ ഡ്രോണുകളും പാഞ്ഞെടുത്തു. ഗൾഫ് മേഖലയിലാകെ ഭീതി പടർത്തിയ ഈ മിസൈലുകളെ അന്താരാഷ്ട്ര വ്യോമപരിധിയിൽ വെച്ച് വെടിവെച്ചിട്ടത് അമേരിക്കൻ സൈന്യമാണ്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ നിരവധി ആക്രമണ ഡ്രോണുകൾ US സെൻട്രൽ കമാൻഡ് വിജയകരമായി തകർത്തു കളഞ്ഞു. നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വന്യമായ പ്രകോപനങ്ങളെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യം മേഖലയിൽ എപ്പോഴും സജ്ജരാണെന്ന് വാഷിംഗ്ടൺ പ്രഖ്യാപിക്കുന്നു. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗേർ ഖാലിബാഫ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തുവിട്ട പ്രസ്താവന ചർച്ചകളുടെ വഴി പൂർണ്ണമായും അടയുന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. ഇസ്രയേലും USഉം വെടിനിർത്തലിനോ സമാധാന ചർച്ചകൾക്കോ ആത്മാർത്ഥത കാട്ടുന്നില്ലെന്നും ലെബനനിൽ നിരപരാധികൾക്ക് നേരെ ആക്രമണം നടത്തിയും ഹോർമൂസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തിയും അവർ തങ്ങളുടെ ക്രൂരത തുടരുകയാണെന്നും ഖാലിബാഫ് ആരോപിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി സമാധാനത്തിന്റെ ഭാഷയല്ല, മറിച്ച് യുദ്ധത്തിന്റെ ഭാഷ മാത്രമായിരിക്കും ഇറാൻ സംസാരിക്കുകയെന്നാണ് അവരുടെ നിലപാട്. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിനോട് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ US നടത്തുന്ന വലിയ നയതന്ത്ര ശ്രമങ്ങളെ ഇല്ലാതാക്കാൻ പോന്നതല്ലെന്നും അതുകൊണ്ട് തന്നെ ഇറാനെതിരെ കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്തി സമാധാന അന്തരീക്ഷം തകർക്കരുതെന്നും ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അമേരിക്കൻ നിർദ്ദേശങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ടെഹ്റാനിലും ഇസ്ഫഹാനിലും ഇസ്രയേൽ ബോംബുകൾ വർഷിച്ചതോടെ ട്രംപിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായതോടെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആഗോള സാമ്പത്തിക വിപണിയെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളഞ്ഞു. ഇറാന്റെ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ബ്രന്റ് ക്രൂഡ് വില ബാരലിന് 3% വർദ്ധിച്ച് $96 US ക്രൂഡ് വില $94 പിന്നിട്ട് മുന്നേറുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക വിതരണ കേന്ദ്രമായ പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് നീങ്ങുമ്പോൾ എണ്ണവില $100 കടന്ന് കുതിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത്. പല വികസ്വര രാജ്യങ്ങളിലും ഇന്ധനവില ഇതിനകം തന്നെ ഇരട്ടിയായി കഴിഞ്ഞു. എണ്ണവില കൂടുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റത്തിനും കടുത്ത പണപ്പെരുപ്പത്തിനും കാരണമായേക്കാമെന്ന സൂചനയുമുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രണാതീതമാകുന്നതോടെ ലോകമെമ്പാടുമുള്ള കേന്ദ്ര ബാങ്കുകൾ തങ്ങളുടെ അടിസ്ഥാന പലിശ നിരക്കുകൾ ഉയർത്താൻ നിർബന്ധിതരാകും. ഇന്ത്യയിൽ റിസർവ് ബാങ്കും പലിശ നിരക്കുകൾ കൂട്ടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് എന്നാണ് സൂചന. അങ്ങനെ സംഭവിച്ചാൽ സാധാരണക്കാരുടെ ഭവന, വാഹന, വ്യക്തിഗത ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് ഉയരുകയും മാസഗഡുക്കൾ അതായത് EMI ഭാരമായി മാറുകയും ചെയ്യും. യുദ്ധം ആഗോള ഓഹരി വിപണികളിലും വലിയൊരു മാറ്റത്തിനാണ് കാരണമായിരിക്കുന്നത്. നിക്ഷേപകർ കൂട്ടത്തോടെ ഓഹരികൾ വിറ്റഴിക്കുമ്പോൾ വിപണി തകർച്ച നേരിടുന്നു. സാധാരണയായി യുദ്ധസമയങ്ങളിൽ സുരക്ഷിത നിക്ഷേപമായി കണക്കാക്കപ്പെടുന്ന സ്വർണ്ണവില പോലും താൽക്കാലികമായി ചില വിപണി ക്രമീകരണങ്ങൾ കാരണം താഴ്ന്നു നിൽക്കുന്നത് നിക്ഷേപകരെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇറാനെതിരെ നയതന്ത്രപരമായി ഏറ്റവും കടുത്ത നീക്കങ്ങളാണ് ട്രംപ് ആസൂത്രണം ചെയ്യുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെ വെച്ചാണെങ്കിലും പിടിച്ചെടുത്ത് പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ട്രംപ് ചാനൽ അഭിമുഖത്തിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു.
ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് US നൽകുന്ന സൂചന. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കാതെ ഇറാന്റെ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആസ്തികൾ ഒരു കാരണവശാലും വിട്ടു നൽകില്ലെന്നും ഉപരോധങ്ങൾ നീക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം $10,000 കോടി വിദേശ ആസ്തികളാണ് നിലവിൽ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും നിയന്ത്രണത്തിൽ മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഈ തുക യുദ്ധത്തിൽ കടുത്ത നാശനഷ്ടങ്ങൾ നേരിട്ട ഗൾഫ് രാജ്യങ്ങളുടെ പുനർനിർമ്മാണത്തിനായി ഉപയോഗിക്കാനാണ് US ആലോചിക്കുന്നത്. ഇതിനായി കണക്കെടുപ്പ് നടത്താൻ US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. USഉം ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ആരംഭിച്ച പരോക്ഷ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോഴും സമാധാനത്തിന്റെ ഒരു ലക്ഷണവും കാണാത്തത് ലോകരാജ്യങ്ങളെ കടുത്ത ആശങ്കയിലാക്കുന്നുണ്ട്. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ തന്നെ ഗാസയിലും ലെബനനിലും ഇസ്രയേൽ തങ്ങളുടെ ക്രൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ പുതിയ ഘട്ട ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലും ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിലും വടക്കൻ ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് സമീപവും ഇസ്രയേൽ ബോംബാക്രമണം നടത്തി. ഇസ്രയേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഹമാസ് പ്രതിനിധികൾ മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിൽ ഹിസ്ബുള്ളയുടെ താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രയേൽ കനത്ത ആക്രമണങ്ങളാണ് നടത്തുന്നത്. ബഹുനില മന്ദിരങ്ങൾ തകർക്കപ്പെടുന്നതും നിരവധി സാധാരണക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വെടിനിർത്തൽ കരാറുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ലെബനനിലെ ഈ ഇസ്രയേൽ ആക്രമണം. ഹിസ്ബുള്ളയുടെ പ്രകോപനങ്ങൾക്ക് തക്കതായ മറുപടിയാണ് നൽകുന്നത് എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും വ്യക്തമാക്കുമ്പോൾ ലെബനനിലെ ഈ ഇസ്രയേൽ ആക്രമണങ്ങളെ ഡൊണാൾഡ് ട്രംപ് പരസ്യമായി പിന്തുണയ്ക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ വൻ ശക്തികളുടെ താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വലിയൊരു പോരാട്ടമാണ്. അമേരിക്കയുടെ കണ്ണ് ഇറാന്റെ എണ്ണ സമ്പത്തിലും ആണവ സാങ്കേതിക വിദ്യയിലുമാണെങ്കിൽ ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് മേഖലയിലെ തങ്ങളുടെ അനിഷേധ്യമായ സൈനിക മേധാവിത്വമാണ്. ട്രംപിന്റെ വാക്കുകളെപ്പോലും വകവെക്കാതെയുള്ള ഇസ്രയേലിന്റെ ഈ പോക്ക് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് ലോകത്തെ വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കും. നയതന്ത്രത്തിന്റെ വാതിലുകൾ ഓരോന്നായി അടയുമ്പോൾ തോക്കുകളുടെയും മിസൈലുകളുടെയും ശബ്ദം മാത്രമാണ് പശ്ചിമേഷ്യയിൽ നിന്നിപ്പോൾ കേൾക്കുന്നത്. ലോകം വലിയൊരു വിലക്കയറ്റത്തിലേക്കും സുരക്ഷാ ഭീതിയിലേക്കും നീങ്ങുന്ന കാഴ്ചയാണ് ഈ യുദ്ധഭൂമി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.